2 ദിവസങ്ങളിലായി ജമ്മുകശ്മീരിൽ നടന്ന സൈനിക ഓപ്പറേഷനുകളിൽ 2 പ്രധാന ആക്രമണങ്ങളിൽ പങ്കുള്ള ഭീകരനെ ഉൾപ്പെടെയാണ് വധിച്ചതെന്ന് സൈന്യം. ജർമ്മൻ വിനോദസഞ്ചാരിക്കെതിരെ നടന്ന ആക്രമണത്തിൽ ഉൾപ്പെടെ പങ്കുള്ള ഷാഹിദ് കുറ്റയാണ് സുരക്ഷാസേന വധിച്ചത്. ഭീകരർ പ്രദേശത്തെ വീടുകളിലാണ് ഒളിവിൽ കഴിഞ്ഞതെന്നും സുരക്ഷാസേന പറഞ്ഞു. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഭീകരർക്കായി തിരച്ചിൽ നടത്തിയത്. ഇന്നലെ ത്രാലിലും കഴിഞ്ഞ ദിവസം ഷോപ്പിയാനിലും നടന്ന സൈനിക ഓപ്പറേഷനുകളിലാണ് 6 ഭീകരരെ വധിച്ചത്. से पहलगाम अटैक हुआ है उसके बाद से हमने कई एरियाज को एक फोकस एरिया बनाया था जिनको कि हम एक फोकस वे में टारगेट करेंगे। और जैसे हमें इंटेलिजेंस इनपुट्स आ रहे थे कि जो टेररिस्ट ग्रुप्स हैं वो अब बर्फ़ पिघलने के बाद जंगलों में हायर रीचेज में चले गए हैं। 12 तारीख की रात को शोपियां के इलाके में जो काटोहलन फॉरेस्ट है और स्पेसिफिकली केलर के एरिया में हमारे को इनपुट आया कि एक टेररिस्ट ग्रुप वहाँ पर हो सकता है। तो जो पार्टीज वहाँ पर डोमिनेशन के लिए पहले से ही डिप्लॉयड थी काफ़ी टाइम से, उन्होंने अपने आप को रिलोकेट किया। दोनों जो ऑपरेशंस थे ये डिफरेंट काइंड ऑफ टेरेन में हुए हैं। एक जंगलों में और ऊंची जगहों पर हुआ है, दूसरा जो है वैली फ्लोर के अंदर और गांव के अंदर हुआ है। लेकिन दोनों ऑपरेशंस को सक्सेसफुली जो अंजाम दिया गया वो शो करता है कि सिक्योरिटी फोर्सेस टेररिस्ट कहीं भी हों उनको ढूंढेंगे और न्यूट्रलाइज करेंगे. എസ് നന്ദഗോപൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. 2 ദിവസങ്ങളിലായി നടന്ന ഓപ്പറേഷനിലാണ് 6 ഭീകരരെ വധിച്ചിരിക്കുന്നത്. അതിൽ 2 പേർ വളരെ പ്രധാനപ്പെട്ട 2 ആക്രമണങ്ങളിൽ പങ്കുള്ളവരാണെന്ന് സൈന്യം പറഞ്ഞിരിക്കുന്നു. മറ്റ് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ് സൈന്യം പങ്കുവച്ചത്? ദേവിക, കഴിഞ്ഞ 48 മണിക്കൂർ നീണ്ട ഓപ്പറേഷൻ ആയിരുന്നു 2 ഇടങ്ങളിലായി, ഷോപ്പിയാനിലും അതേപോലെ തന്നെ ത്രാലിലുമായി നടന്നത്. ഈ ഷോപ്പിയാനിലെ കേലാറിലാണ് ആദ്യ ഓപ്പറേഷൻ നടന്നത്. അതിൽ 3 ഭീകരവാദികൾ കൊല്ലപ്പെട്ടു. പിന്നീട് ത്രാലിൽ നടന്ന ഓപ്പറേഷനിൽ 3 ഭീകരവാദികൾ കൊല്ലപ്പെട്ടു. ഇങ്ങനെ മുഴുവൻ 6 ഭീകരവാദികളെ വധിക്കുവാൻ വേണ്ടി നമ്മുടെ സൈനിക വിഭാഗങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. CRPF-ന്റെയും അതേപോലെ തന്നെ ജമ്മു കാശ്മീർ പോലീസിന്റെയും ഒപ്പം തന്നെ സൈന്യത്തിന്റെയും പ്രത്യേക വിഭാഗം സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലാണ് 6 ഭീകരവാദികളെ ഇപ്പോൾ അവരെ വധിക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഇതിൽ ഈ 6 പേരിൽ ഒരാളായ ഷാഹിദ് കുട്ടി, ഇയാൾ ഈ പെഹൽഗാം ഭീകരാക്രമണവുമായി ഇയാൾക്ക് വലിയ ബന്ധമുണ്ട്. പ്രത്യേകിച്ച് ഇതിൽ അവിടെ ഉള്ളവർക്ക് ഈ ഭീകരവാദികൾക്ക് അവർക്ക് കൃത്യമായ സഹായം ഇയാൾ നൽകിയിരുന്നു. ത്രാൽ മേഖലയിലെ വീടുകളിൽ ഈ പെഹൽഗാമിൽ